ഹിന്ദു മുസ്ലിം സാഹോദര്യം ഏറ്റവും നല്ല രീതിയിൽ നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. പക്ഷേ ഇതിനെ പൊളിക്കാൻ വേണ്ടിയിട്ട്, ഈ സാഹോദര്യത്തിൽ ഒരു വർഗീയത കലർത്താൻ വേണ്ടിയിട്ട് നിരന്തരമായിട്ട് പല ക്ഷുദ്രശക്തികളും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹിജബ് വിവാദത്തെയൊക്കെ ഈ സെൻറ്റ് റീത്താസ് സ്കൂളിലെ പള്ളുരുത്തിയിലെ നമ്മൾ അങ്ങനെ തന്നെയല്ലേ യഥാർത്ഥത്തിൽ കാണേണ്ടത്. ഒരു വർഗീയ സംഘർഷത്തിലേക്ക് കേരളത്തെ നയിക്കുക, ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിലുള്ള സ്നേഹ സാഹോദര്യത്തെ തകർക്കാൻ ഏത് ശക്തിയാണ് നിരന്തരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഇടപെട്ടിട്ട് ആ പ്രശ്നമൊക്കെ രമ്യമായിട്ട് പരിഹരിച്ചു. ഫ്രട്ടേണിറ്റി നിലനിന്നിരിക്കുന്നു, സാഹോദര്യം നിലനിന്നിരിക്കുന്നു, അതിൽ കോടതിക്ക് വലിയ സന്തോഷമുണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ആ കുട്ടി സ്കൂൾ മാറി മറ്റു സ്ഥലത്തേക്ക് പഠിക്കാം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഹിജബ് വിവാദമൊക്കെ യഥാർത്ഥത്തിൽ അനാവശ്യമായിരുന്നു. ഗൗതം, ഇതിനകത്ത് ഒന്നാമത്തെ കാര്യം നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കുമ്പോൾ ഗൗതം പറയുന്ന പോലെ ഈ സാഹോദര്യത്തിന് ഒരു വിലങ്ങുതടിയാകാൻ ആരൊക്കെയോ കളിച്ചതുപോലൊരു തോന്നലിനകത്ത് കാണുന്നുണ്ട്. അതിൽ നമ്മൾ ഒരിക്കലും SDPI അല്ല കുറ്റം പറയില്ല. ഞാൻ അവിടെ SDPI കുറ്റം പറയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെൻറ്റ് റീത്താസ് സ്കൂളിന് അവിടെ കൃത്യമായിട്ടുള്ളൊരു പങ്ക് അവിടെയുണ്ട്. കാരണം ഇത്രയും ദിവസം ആ കുട്ടിയെ ഹിജബ് ധരിച്ചുകൊണ്ട് അവിടെ പഠിക്കാൻ അനുവദിക്കുകയും പിന്നീട് ഒരു സുപ്രഭാതത്തിൽ അപ്പം ഇവർക്കിടയിൽ ആരോ കളിച്ചിട്ടില്ലേ? അല്ല, തീർച്ചയായിട്ടും. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഇതിപ്പോൾ ഇവിടെ നിരവധി ക്രിസ്ത്യൻ സംഘടനകൾ കാസ എന്ന പേരിലും മറ്റുമൊക്കെ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. അതായത് BJP എന്ന് പറയുന്ന വർഗീയ പാർട്ടി, BJP അല്ലെങ്കിൽ RSS എന്ന് പറയുന്ന വർഗീയ പാർട്ടി, അവർക്കിപ്പോഴും വോട്ട് കിട്ടാതിരിക്കുന്ന ഒരു വിഭാഗം ന്യൂനപക്ഷത്തിൽ ക്രിസ്ത്യൻ സമുദായമാണ്. പറയുന്ന പോലെ മുസ്ലിം സമുദായം ഒരിക്കലും RSSനോ BJPക്കോ താമരയ്ക്കോ വോട്ട് കൊടുക്കാൻ പോകുന്നില്ല, ചിഹ്നം താമരയ്ക്കോ അവർ കുത്താൻ പോകുന്നില്ല. പക്ഷേ ഈ പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായ ക്രിസ്ത്യൻ സമുദായത്തിനെ കൂടെ നിർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം അവർ അതിഭീകരമായി നടത്തുന്നുണ്ട്. പക്ഷെ അവിടെയും പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളാണ് അവർ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെയും ചില അച്ഛന്മാരും ചില അവരുടെ ആൾക്കാരും ഇപ്പോഴും ഇവരിൽ നിന്ന് അകന്നു നിൽക്കുകയാണ്. കാര്യം ഈ പറയുന്ന രീതിയിൽ നമ്മൾ കണ്ടതാണ്, ജാർഖണ്ഡിലെ മതം മാറ്റ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ ഇവരുടെ തനി നിറം പുറത്തു വന്നത് അവർ കണ്ടിട്ടുണ്ട്. അവിടെ ജാർഖണ്ഡിൽ അത് സംഭവിച്ചു എന്നുണ്ടെങ്കിൽ ഇവിടെ കേരളത്തിൽ സംഭവിക്കാൻ വലിയ താമസമൊന്നും വേണ്ട. കാര്യം ഇവിടെ ഇവരുടെ മേധാവിത്വം, ഇവരുടെ മേൽക്കോയ്മ ഉണ്ടാകാത്തതിൻ്റെ മെയിൻ കാരണം ഈ ന്യൂനപക്ഷങ്ങളിൽ പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗം ഇവർക്ക് അനുകൂലമാകാത്തത് തന്നെയാണ്. കാര്യം ഈ ജാതി രാഷ്ട്രീയം എന്ന് പറയുന്ന വിഷം എന്ന് വേണോ ഇവർ തുപ്പാം എന്നുള്ള കാരണമുണ്ട്. ഈ സെൻറ്റ് റീത്താസ് സ്കൂളിൻ്റെ വിഷയത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇപ്പം ഗൗതം പറഞ്ഞ പോലെ ഈ കുട്ടി ഇന്നലെ അല്ല ഈ ഹിജാബ് ധരിച്ചുകൊണ്ട് വന്നത്. അത് ഹിജാബ് ധരിച്ച് വന്നത് ഉടൻ തന്നെ അവിടെ വിഷയമാകുന്നു. സ്കൂൾ മാനേജ്മെൻ്റ് അത് വലിയ തെറ്റായി പറയുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതൊരു പെൺകുട്ടിയാണ്, പ്രത്യേകിച്ച് ഒരു കൊച്ചുകുട്ടിയാണ്, അത് മനസ്സ് വേദനിക്കും. അവിടെ ഞാൻ കൃത്യമായിട്ടും ഇവിടെ സർക്കാരിനെ പലരും വിമർശിക്കുന്നു, സർക്കാരിനെ വിമർശിച്ചു. പക്ഷേ അവിടെ സർക്കാരിന്റെ നിലപാടാണ് ശിവൻകുട്ടി എടുത്ത CPM എടുത്ത നിലപാട് തന്നെയാണ് ശരിയായ നിലപാട് എന്ന് ഞാൻ പറഞ്ഞോട്ടെ. എനിക്കിൽ ഒന്നുകൂടെ പറയണ്ട. അതായത് ഇവിടെ ഈ പറയുന്ന ഹൈബി ഈഡൻ ഉൾപ്പെടെയുള്ള ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വം അത് ഇടപെട്ട് ആ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി നോക്കിയതാണ്. പക്ഷെ അവിടെയും എന്തുകൊണ്ട് ഈ സ്കൂൾ അധികൃതർ അതിന് വഴങ്ങിയില്ല എന്നൊരു ചോദ്യം കൂടെ ഉണ്ടാകുന്നുണ്ട്. പിന്നെ സർക്കാരിൻ്റെ ഭാഗം നമ്മളീ പറഞ്ഞ സാഹോദര്യം. കാര്യം സർക്കാർ എന്ന് പറയുന്നത് ഒരാൾക്ക് ഒരു കൂട്ടം പേർക്ക് മാത്രമുള്ള സർക്കാരല്ല, സർക്കാർ എല്ലാവർക്കും കൂടെ വേണ്ടിയുള്ള. അതായത് ഇവിടെ ഒരു വർഗീയ കലാപം ഉണ്ടാക്കാനായിട്ട് പലരും ശ്രമിക്കുമ്പോൾ അതിന് സഹായകരമാകുന്ന, അല്ലെങ്കിൽ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നതാവരുത് ഒരു സർക്കാർ, ഒരു ഭരണകൂടം എന്ന് പറയുന്നത്. അപ്പോൾ എരുതിയിൽ എണ്ണ ഒഴിക്കണമായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ സർക്കാരിന് CPMന് പറയാമായിരുന്നു, എന്ത് വേണ്ട, കുട്ടി പോയിക്കോട്ടെ, ഇവിടെ പഠിക്കണ്ട, സ്കൂൾ മാനേജ്മെന്റിന്റെ കൂടെ പറയാൻ കഴിയില്ല. അപ്പം ഇവിടെ ഹിജാബ് വിഷയത്തിൽ CPMഉം പിണറായി സർക്കാരും എടുത്ത നിലപാട് തന്നെയാണ് സ്കൂൾ മാനേജ്മെന്റിനെ എതിർത്തുകൊണ്ട് കുട്ടിക്ക് ഹിജാബ് ധരിച്ച് ആ സ്കൂളിൽ വരാൻ അവകാശമുണ്ട് എന്ന് പറഞ്ഞ നിലപാട് തന്നെയാണ് ശരിയായ നിലപാട്. സർക്കാരിന് അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ. ആ സ്കൂളിൽ നല്ല ഏത് സ്കൂളിലും അങ്ങനെ ആരുടെയും മതസ്വാതന്ത്ര്യത്തിന് സർക്കാരിന് കൈകടത്താൻ പറ്റില്ല. അത് നാളെ ഇനി ഹിന്ദു സമുദായത്തിൽ എന്തെങ്കിലും കസ്റ്റമുണ്ട്, ആ കസ്റ്റമിൽ വരണമെന്ന് വെച്ചാൽ സർക്കാരിന് അങ്ങനെ ന്യൂട്രലായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. അതാണ് സർക്കാർ. അപ്പോൾ ഇവിടെ പറ്റിയിരിക്കുന്നത് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഗൗതം പറഞ്ഞതുപോലെ ഈ സ്കൂളിലെ മാനേജ്മെന്റിനകത്ത് മറ്റേതെങ്കിലും ഈ കാസ പോലെയുള്ള സംഘടനകൾ, കാര്യം പഴയതുപോലെ അല്ല. ക്രിസ്ത്യൻ സമുദായത്തിനിടയിലും വല്ലാതെ ഈ പറയുന്ന RSSന്റെ വല്ലാത്ത അതിനകത്തേക്കൊരു കടന്നുകയറ്റം അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അവരിലും വർഗീയതയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവരെന്ത് മനസ്സിലാക്കിയാണ് ഈ കാണിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. കാര്യം അത് നമ്മൾ മുമ്പുള്ളൊരു ചർച്ചയിൽ നമ്മളിവിടെ സംസാരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞൊരു വിഷയമുണ്ട്. അത് വിഷയം വേറെയാണ്. എങ്കിലും ഇവരുടെ തനിനിറം എന്തെങ്കിലും പുറത്ത് വരുമ്പോഴേ ഇത് അറിയാൻ പറ്റുള്ളൂ. കാര്യം ഇവർക്കൊരു തനിനിറമുണ്ട്, ഇവരുടെ ഒരു കാവ്യ മനസ്സുണ്ട്. ആ കാവ്യ മനസ്സ് എപ്പോഴും വേണോ പുറത്ത് കാണാം. അപ്പോൾ കൈകാലിട്ടടിച്ചിട്ട് യാതൊരു കാര്യവുമില്ല.
അന്ന് കൈകാലിട്ടടിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ഇവിടെ ഈ കാസ ഈ പറയുന്ന രീതിയിൽ കാസ അല്ലെങ്കിൽ ബാക്കിയുള്ളവർ ഈ സ്കൂൾ മാനേജ്മെൻറ്റുമായി ആരോ ഇതിനിടയിൽ കളിച്ചിട്ടാണ് ഈ കണ്ട വിഷയം ഈ സ്കൂളിൽ ഉണ്ടായതെന്ന് ആർക്കും ആത്യന്തികമായിട്ട് ഇതിന്റെ ലാഭം ആർക്കാ കിട്ടുന്നത്? ആർക്കാ കിട്ടുന്നത്? അവർക്ക് തന്നെ കിട്ടുന്നു. അവർ ഈ പറയുന്ന രീതിയിൽ ഇതിപ്പം സാഹോദര്യം ഇതിൽ ഈ പറയുന്ന രീതിയിൽ രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ളൊരു ടക്ക് ഓഫ് വാറൊന്നും ഇവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല. അതെന്തായാലും ഉണ്ടാകില്ല. വഴക്ക് എന്തായാലും ഉണ്ടാകാൻ സാധ്യതയില്ല. അതിനെ സോൾവ് ചെയ്തിട്ടുണ്ട്. ആ കുട്ടിക്ക് ഇഷ്ടമുള്ളത് പഠിക്കാമെന്ന് പറഞ്ഞല്ലോ, എവിടെ വേണോ പോവാം, ഈ ഹിജാബ് ധരിച്ചുകൊണ്ട് അവൾ പഠിക്കട്ടെ. കാര്യം ഇന്നും ഇന്നലെ ഉണ്ടായതല്ല ഹിജാബ് ധരിക്കലൊക്കെ കേരളത്തിൽ. പക്ഷെ അതിനെ ഈ പറയുന്ന രീതിയിൽ ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ഒരു നോക്കൂ, ഈ ഹിജാബിന്റെ ഇവരെപ്പോഴും ഉയർത്തി കാണിക്കുന്ന ഒരു സാധനം എന്താ, ഇറാനിൽ ഇങ്ങനെ നടന്നിട്ടില്ലേ? ഇറാനിൽ അവിടെ പല രീതിയിൽ ഹിജാബ് ഉപേക്ഷിച്ചുകൊണ്ടിട്ടുള്ള പ്രതിഷേധമൊക്കെ നടന്നിട്ടില്ലേ? ശരിയാണ്, അവിടെ അത്തരത്തിലുള്ള അവിടുത്തെ സാഹചര്യം എന്ന് പറയുന്നത് അങ്ങനെയാണ്, കർശനമായിട്ടുള്ള ഒരു വല്ലാത്ത സാഹചര്യമാണ്. പക്ഷെ ഇവിടുത്തെ സാഹചര്യം അങ്ങനെയാണ്, എല്ലാത്തിനും സ്വന്തം. ഞാൻ പറയട്ടെ, ഇവിടെ നമ്മുടെ എത്രയോ സുഹൃത്തുക്കൾ ഹിജാബ് ധരിക്കാത്ത മുസ്ലിം പെൺകുട്ടികളുണ്ട്, ഈ മുഖം മൂടാത്ത പെൺകുട്ടികളുണ്ട്. അല്ല, ഇത് കൃത്യമായിട്ട് ഇവിടെ ആസൂത്രണം നടക്കുന്ന ഒരു അജണ്ട, അത് നമ്മൾ പറയാതിരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഇസ്ലാമോഫോബിയ അല്ലെങ്കിൽ ഹിജാബ് വിരുദ്ധത എന്ന് പറയുന്ന ഒരു പ്രത്യയശാസ്ത്രം വളരെ ഭയങ്കരമായിട്ട് വേവലാതിപ്പെടുത്തുന്ന, ആശങ്ക ജനിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ സംസ്ഥാനത്ത് പിടികൂടിയിട്ടുണ്ടെന്നുള്ള ഒരു വ്യാപക ഒരു സത്യം തന്നെയാണ്. അത് യഥാർത്ഥത്തിൽ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ ഒരു അടി ഉണ്ടാക്കുക, ഒരു റിഫ്റ്റ് ഉണ്ടാക്കുക. ഇവർക്കിടയിൽ നല്ല രീതിയിലുള്ള സാഹോദര്യമാണ് നിലനിന്ന് പോകുന്നത്. അതിനെ പിരിക്കാനാണ് യഥാർത്ഥത്തിൽ ശ്രമിക്കുന്നത്. ഗൗതമ, ഇതിനകത്ത് ഒറ്റ പോയിന്റ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് കാര്യം, ഈ ലോകരാഷ്ട്രങ്ങളിൽ ഇപ്പോൾ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള ഇത് നടക്കുന്നു, പാലസ്തീനും തമ്മിലുള്ള വിഷയം നടക്കുന്നു. ഇതിൽ എന്താണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്? മുസ്ലിം ക്രിസ്ത്യൻ യുദ്ധമാണ് നടക്കുന്നത്. അതുപോലെ ഇതേപോലെ ജാതി പറഞ്ഞുകൊണ്ടുള്ള, മതം പറഞ്ഞുകൊണ്ടുള്ള ഒരു യുദ്ധം. ഇപ്പോൾ ഇന്ത്യ ഹിന്ദുക്കളുടെ രാഷ്ട്രമാണ്, അങ്ങനെയുള്ള ഒരു ടാഗ് ലൈനിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. ജവഹർലാൽ നെഹ്റുവോ ഇന്ദിരാഗാന്ധിയോ ഭരിച്ചിരുന്ന കാലത്തുള്ള ഇന്ത്യ അല്ല ഇപ്പോഴത്തെ ഇന്ത്യ. നമ്മൾ പവർഫുള്ളി നമ്മൾ ഒരുപാട് മാറിയിട്ടുണ്ട്, എക്കണോമിക്കലി ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്, ഒക്കെ ഉണ്ട്. എങ്കിലും ജാതിപരമായി ഹിന്ദു രാഷ്ട്രമാണ് എന്ന ഒരു ടാഗ് ലൈനിലേക്ക് ഇന്ത്യ മഹാരാജ്യം പോകാൻ തുടങ്ങിയിട്ട് 10 വർഷം വരെ കഴിഞ്ഞില്ല, 20 വർഷം വരെയെങ്കിലും ആവൂലേ? എൻ്റെ അറിവിൽ ഈ പറയുന്ന BJP സർക്കാർ വന്ന ശേഷമാണ് ഈ ടാഗ് ലൈനിലേക്ക് പോയിട്ടുള്ളത്. അങ്ങനെ ഒരു ടാഗ് ലൈൻ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാര്യം യുദ്ധങ്ങൾ ഉണ്ടാകുന്നതെല്ലാം ഇപ്പം അങ്ങനെയാണ്. ഇപ്പോൾ പാലസ്തീനിലായാലും ഈ പറയുന്ന ഇസ്രയേലിലായാലും ക്രിസ്ത്യൻ രാഷ്ട്രം, ജൂതന്മാരുടെ രാഷ്ട്രവും മുസ്ലിം രാഷ്ട്രവും. അപ്പോൾ അങ്ങനെ ഒരു വേർതിരിവ് രാഷ്ട്രീയം ലോകത്താകമാനം ഉണ്ടാകുമ്പോൾ ഇന്ത്യയിൽ അങ്ങനെ ഉണ്ടാകണം. അതിൻ്റെ ഒരു ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഈ നടക്കുന്ന, ഇപ്പം നമ്മൾ ചർച്ചയിൽ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഹിന്ദു മുസ്ലിം ടക്ക് ഓഫ് വാർ. അതിന് ആർക്കൊക്കെ തീപ്പൊരി കൂട്ടി കൊടുക്കാമോ അതവർ ചെയ്യും. എന്തായാലും ഹിജാബ് ധരിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ നാട്ടിലുണ്ട്. ഹിജാബ് ധരിക്കുന്നതിൽ ഒരു തരത്തിലുമുള്ള കുഴപ്പമില്ല. അല്ല, കാരണം എന്തുകൊണ്ടാണ് മതം അനുശാസിക്കുന്നോ അതെല്ലാം ആർക്കും ധരിക്കാം. ഇതെന്തുകൊണ്ട് ഊന്നി പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില ആളുകൾക്കിടയിൽ തന്നെ ഈ ഹിജാബ് ധരിക്കുക എന്ന് പറഞ്ഞാൽ എന്തോ മോശപ്പെട്ട കാര്യമാണ്, എന്തോ വൃത്തികെട്ട കാര്യമാണെന്ന് പറയുന്ന ഒരു മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത് ഊന്നി പറയുന്നത്. ഒരിക്കലും ആ മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടില്ല. ഹിജാബ് ധരിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല, സ്കൂളുകളിലും ഹിജാബ് ധരിക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ആ മാനേജ്മെന്റ് അത് അനുവദിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ബഹുമാനിക്കേണ്ട ഒരു കടമ, ആരും ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഇവിടെ യഥാർത്ഥത്തിൽ ശിവൻകുട്ടിക്കും വിദ്യാഭ്യാസ മന്ത്രിക്ക് നമുക്ക് പല വിയോജിപ്പുകളും ഉണ്ട് അവരുമായിട്ടൊക്കെ, CPM ഒക്കെ ആയിട്ടൊക്കെ. പക്ഷെ ഈ വിഷയത്തിൽ ഇതിനെ ഒരു വല്ലാത്ത വർഗീയ ലഹളയിലേക്ക് മാറ്റി തീർക്കാതിരിക്കാനായിട്ട് സർക്കാരിന്റെ കൃത്യമായിട്ടുള്ള ഇടപെടൽ. സംസാരിച്ച് ശ്രദ്ധിച്ചായിരുന്നു. അല്ല, ഒരു മന്ത്രിയോട് സംസാരിച്ച് ഒരിക്കലും ഇങ്ങനെ മന്ത്രിയോട് സംസാരിക്കാൻ പാടില്ല. കേവലം ഒരു PTA സെക്രട്ടറിയാണ്, സംസ്ഥാനം ഭരിക്കുന്ന ഒരു മന്ത്രിയാണ്. ആ മന്ത്രിയോട് സംസാരിച്ച ആ ഭാഷാ രീതിയൊന്നും ഒട്ടും ശരിയായിരുന്നില്ല എന്നൊരു അഭിപ്രായം കൂടി എനിക്ക് ഇതിൽ പറയാനുണ്ട്. എന്തായാലും വളരെ ഗൗരവമുള്ള, വളരെ കാര്യപ്രാപ്തിയുള്ള ഒരു നിലപാടാണ്. എരുതിയിൽ എണ്ണയൊഴിക്കാത്ത സാഹോദര്യം നിലനിർത്തുന്ന ഒരു നിലപാടാണ് CPM സ്വീകരിച്ചത്. തീർച്ചയായിട്ടും ശരിക്കും കോൺഗ്രസ് സർക്കാർ ആയാലും അങ്ങനെ ചെയ്യും. അത് അഭിനന്ദാർഹമാണ്. അത് ഈ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ അത് ചർച്ചയാവുകയും ചെയ്യും.